ഹലോ ഗൈസ്, അപ്പൊ ഞങ്ങള് ചെറിയൊരു ഷോപ്പിങ്ങിന് പോവാണ്. അത്ര വലിയ കാര്യമായിട്ടൊന്നും ഇല്ല, എന്നാലും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ. അല്ല, എല്ലാവർക്കും അറിയാലോ, മാമൂസ് എന്ന ലൈവ് ഒക്കെ കണ്ടോണ്ടിരിക്കുന്നവർക്ക് അറിയായിരിക്കും. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ചെറിയ പർച്ചേസ്, അത്ര വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. അപ്പൊ ഞാനും ഇച്ചാനും ഇച്ചുമോനും കൂടിയാണ് പോകുന്നത്. ചെറുതിനെ ഞങ്ങള് ഉറക്കി ഇവിടെ കിടത്തിയിട്ടുണ്ട്. വലിയ കൂടുതൽ കെയറിംഗ് ആയിട്ട് കിടക്കുന്നൊന്നും വലിയ താല്പര്യമില്ല, ഇങ്ങനെ ഫ്രീ, അതുകൊണ്ടാണ് അങ്ങനെ കിടത്തേക്കുന്നത്. അമ്മേനെ ഞങ്ങൾ ഇറങ്ങുവാ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുവാണ് ഗൈസ്. അപ്പം ഞങ്ങളുടെ കേരളത്തെത്തി. അപ്പം ഞാൻ വിചാരിച്ചു, ഞങ്ങൾ ഈ കടയിൽ നിന്ന് ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം ഒരു ചുരിദാർ മേടിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം ഞാൻ കരുതി എനിക്കുള്ളത് ഇവിടെ വെച്ചിട്ടുണ്ടെന്ന്. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. പട്ടുചന്തയ്ക്ക് പോയപ്പോൾ ഇതാ ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ആ കടയിലെ ഡ്രസ്സ് എന്തോ എനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല. ഒരു ഫംഗ്ഷന് പറ്റിയൊരു ഡ്രസ്സ് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. അടുത്ത കടയിലോട്ട് കറങ്ങാൻ പോവാ. പിന്നെ വീണ്ടും ഇതാ ഞങ്ങൾ അടുത്ത കടയുടെ അടുത്ത നിലയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് എനിക്കറിയാം ഏതൊക്കെ തുണികൾ ഏതൊക്കെ സെക്ഷനിലാണ് ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പം ഞാനിങ്ങനെ പറയാണ്, അവിടെയാണ് ചുരിദാർ, അവിടെയാണെങ്കിൽ തുണി. അപ്പം ഈ ചമ്മ നമുക്ക് ആദ്യം ചുരിദാർ നോക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടോട്ട് ചെന്നു. അവിടോട്ട് ചെന്നിട്ടൊരു 2-3 എണ്ണമൊക്കെ നോക്കി. പക്ഷേ എന്തോ എനിക്കങ്ങോട്ട് സത്യം പറഞ്ഞ തുണി എടുക്കുന്നതിൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് വളരെ കുറവാണ്. എനിക്ക് ഒരു ഡ്രസ്സും പിടിക്കില്ല. ഇതിനകത്ത് ഈ ബ്ലാക്ക് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ബ്ലാക്ക് നമ്മൾ നോക്കിയപ്പം ഇച്ചാന് പ്ലെയിൻ ബ്ലാക്ക് ആയി പോയി. ഞങ്ങൾ ആദ്യമായിട്ട് ഒരുപോലത്തെ കളർ ഡ്രസ്സ് ഇടാമെന്നൊക്കെ വിചാരിക്കണം 5 വർഷത്തിന് ശേഷം കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ നീല എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ അതിപ്പം ഇച്ചാൻ അതേപോലത്തെ ഷർട്ട് കിട്ടാൻ കളർ വ്യത്യാസം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അത് എടുത്തില്ല. ഞാൻ ബ്ലാക്ക് നോക്കി, അതും ഇഷ്ടപ്പെട്ടില്ല, അതും മാറ്റി. പിന്നെ അവിടുത്തെ സകലമായ തുണികൾ അവർ കാണിച്ച് ചെയ്യേണ്ട അവരെന്നെ ഗോഡൗണിലോട്ട് വീണ്ടും വിട്ടു. അവിടെ പോയി കുറേ വലിച്ചു വാരി ഇട്ടിട്ട് എനിക്ക് അവിടെ നിന്നും ഒന്നും കിട്ടിയില്ല. വീണ്ടും ഞങ്ങൾ പഴയ എടുത്ത് തന്നെ വന്നു തിരിച്ച്. എന്നിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഒരെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ വെറൈറ്റി എന്തോ അത് മറിച്ചു എന്ന് വിചാരിക്കും. പക്ഷേ ഇല്ല ഗൈസ്, ഞാൻ ഈ കളറാണ് എടുത്തേക്കുന്നത്. ഈ കളറിൽ തന്നെ ഞാൻ എന്തോ ഒരു ഫംഗ്ഷന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതേ സെയിം തന്നെ, വേറെ ഒന്നും കണ്ണിന് പിടിച്ചില്ല എന്നെ ഞാനാണ്. പിന്നെ അത് എടുത്തിട്ട് ഇറങ്ങിയില്ല കേട്ടോ. ഞങ്ങൾ ഇച്ചാൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോയി. പക്ഷേ ഇച്ചാൻ്റെ ഷർട്ട് സെലക്ട് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല. കാരണം ഇച്ചാൻ ചെന്നു, കളർ പറഞ്ഞു, ആ ഷർട്ട് എടുത്തു. അപ്പം തന്നെ ഞങ്ങൾ സ്ഥലം വിട്ടു. അതുകൊണ്ട് എനിക്ക് അതൊന്നും എടുക്കാൻ പറ്റില്ല. അതേ ബില്ല് കൊടുക്കുന്ന സീരിയസ്നെസ് കണ്ടോ എൻ്റെ ഇച്ചാൻ. ബില്ല് കൊടുക്കുന്നതിൻ്റെ ഒരു തിരക്കിലാണ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് പാവ എൻ്റെ ഇച്ചാൻ്റെ ഒരാഴ്ചത്തെ പണിയുടെ പൈസയാണ് ഞങ്ങളിപ്പോൾ ഡ്രസ്സ് മേടിച്ച് കളഞ്ഞത്. പിന്നെ നമ്മുടെ കൊച്ചിന് വേണ്ടിയാണല്ലോ, നമ്മൾ മാമോദിസ ഇച്ചുമൻ്റെ ഒന്നും വെക്കാഞ്ഞുകൊണ്ടാണ് നമ്മളിത് വെച്ചത്. കണ്ടോ ഇച്ചാൻ്റെ മുഖത്തുനിന്ന് നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ എന്താണ് പറഞ്ഞതെന്ന്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിൽ പോയായിരുന്നു. വീട്ടിൽ പോയിട്ട് കൊച്ചിന് പാല് കൊടുത്തു കഴിഞ്ഞ് കുറച്ച് ഇരുന്നിട്ടൊക്കെയാണ് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ സാധനം മേടിക്കാൻ വന്നത്. നമുക്ക് അത്യാവശ്യം കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. കുറേ സാധനങ്ങൾ തീർന്നൊക്കെ ഇരുന്നത് കാരണം നമ്മൾ ഇച്ചിരി അത്യാവശ്യം വലിയൊരു പർച്ചേസ് ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഭയങ്കര വെയിലായിരുന്നു ഗൈസ്, എന്ത് ചെയ്യാനായി ചൂടത്ത്. അപ്പം നമ്മുടെ ഷോപ്പിങ്ങും കഴിഞ്ഞു, വീട്ടിലേക്ക് പോവുകയാണ് ഞങ്ങൾ. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു. വലിയ കാര്യമല്ല, ഇച്ചിരി മാർജിൻ ഫ്രീയിൽ കുറച്ച് പൈസയായി. എനിക്കും അത്യാവശ്യം, എന്നാലും ഒത്തിരി അങ്ങ് ആയില്ല. നമ്മളത്ര നിങ്ങളൊക്കെ വിചാരിക്കുന്നത് വലിയ ആന ഫംഗ്ഷനൊന്നുമല്ല, കുഞ്ഞൻ ഫംഗ്ഷനാണ്. നമ്മൾ വെച്ചാൽ കണക്ക് കൂട്ടിയപ്പോൾ ഒരു 50-60 പേരൊക്കെ ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചത്. പക്ഷെ വിളിച്ചു വന്നപ്പോഴത്തേനും എല്ലാവരും ഉണ്ടായിരുന്നു, 100 പേരടുത്തുണ്ട്. പിന്നെ ഞങ്ങൾ ഇതിലൊരു പറയാനൊരു കാര്യം വിട്ടുമായിരുന്നു. നമുക്ക് യൂട്യൂബിൽ നമ്മൾ പരിചയപ്പെട്ട 2 പേര് നമുക്ക് ഇച്ചിരി പൈസ അയച്ചു തന്നായിരുന്നു. അപ്പൊ അവര് പേരൊന്നും പറയില്ല, എത്ര എമൗണ്ട് തന്നതെന്നൊന്നും പറയരുതെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അത് പറയുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ കൊച്ചിനൊരു സാധനം മേടിച്ചു. ഒരു സാധനം വെച്ച് അരഞ്ഞാണം മേടിച്ചു നമ്മള്. പിന്നെ സ്വർണത്തിന്റെ ഒന്നും അല്ല കേട്ടോ. ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വിലയും പിന്നെ നമ്മുടെ ഒരു സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നമുക്ക് ഒത്തിരി ഒന്നും അവന് വേണ്ടി മേടിക്കാൻ പറ്റില്ല. നമ്മളൊരു മാല മേടിച്ചിട്ടുണ്ട്. പിന്നെ അവൻ ഭാവിയിൽ നമ്മളോട് ക്ഷമിക്കുമായിരിക്കും. പിന്നെ മൂത്തവന്റെ നമ്മളൊന്നും കൊച്ചിന്റെ പേരിൽ നമ്മൾ ആർക്കും ഒന്നും കൊടുക്കാത്തതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇവന്റെ നമ്മളങ്ങ് നടത്താമെന്ന് വിചാരിച്ചത്. അപ്പം ഇപ്പൊ തന്നോണ്ടിരിക്കുന്ന സ്നേഹവും സപ്പോർട്ടും എനിക്ക് ഇനിയും തരണം. എല്ലാവരും അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ തീരുവാണ്. അപ്പൊ ഇനി ഞങ്ങള് കുറച്ചായിട്ട് ഞങ്ങൾ ഇച്ചിരി വീഡിയോ ഇടല് ഷോർട്സ് ഒക്കെ ഇത് കുറവായിരുന്നു. ഇനി ഞങ്ങൾ വീണ്ടും തുടങ്ങും. അപ്പൊ എല്ലാവരും ഇതുവരെ സ്വന്തം സപ്പോർട്ട് ഇനി ഞങ്ങൾക്ക് തരണം. അപ്പൊ എല്ലാവരോടും താങ്ക് യു സോ മച്ച്.